ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ADR എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ ആർബിട്രേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആർബിട്രേഷൻ്റെ തന്നെ കുറച്ച് അമെൻമെൻറ്റുകളും അതിനകത്ത് ഇതുവരെ നമ്മൾ പഠിച്ചതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഈ വൈവയ്ക്കൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് 1996 ആയിരുന്നു നമ്മൾ ആർബിട്രേഷനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. ഈ ഒരു ആക്ട് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഏത് മോഡലിൽ വന്നതാണ്, യൂണിസെട്രൽ മോഡലോയെ ബേസ് ചെയ്ത് വന്നതാണ്. അപ്പം ഈ ഒരു യൂണിസെട്രൽ മോഡൽ ഓൺ ഇൻ്റർനാഷണൽ കൊമേഴ്ഷ്യൽ ആർബിട്രേഷൻ 1985 വന്നതാണ്. യൂണിസെട്രൽ അഡോപ്റ്റ് ചെയ്തിരുന്നത് യൂണിസെട്രൽ കൺസിലിയേഷൻ റൂൾസ് 1980 ആയിരുന്നു യൂണിസെട്രൽ അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു മോഡലിലാണ് 1985 മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് 1996 വന്നത്. ഇതിൽ തന്നെ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 അതുപോലെ 2019 2021 അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 2015 അമെൻമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ തന്നെ പല ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞാണ് ഈ ഒരു സെക്ഷൻ വന്നത് 2015 എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ അമെൻമെൻറ്റ്സ് ആണ് 2015 വന്നത്. ഇപ്പോൾ 2015 ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനകത്ത് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് നോക്കാം. അപ്പോൾ ഏകദേശം 27ഓളം സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സെക്ഷൻ 9 കാര്യം. അപ്പോൾ 2015 അമെൻമെൻറ്റ് വന്നപ്പോൾ ഈ ഒരു സെക്ഷൻ 9 ബന്ധപ്പെട്ട കുറച്ച് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 9 എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മൾ ഇൻ്ററിം മെഷേഴ്സ് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്തൊക്കെ ഇൻ്ററിം മെഷേഴ്സാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. ആ ഒരു സബ്ജക്ട് മാറ്ററിൻ്റെ ഇൻസ്പെക്ഷനും ഡിറ്റൻഷൻ, പ്രിസർവേഷൻ അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സാണ് നമ്മളതിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഗാർഡിയനെയും റിസീവറിനെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതല്ലാതെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രമൈസിലേക്ക് എൻട്രി ചെയ്യാനൊക്കെ ഒരാളെ ഓതറൈസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻ്ററിം മെഷേഴ്സ് ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 9 നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ അതിനകത്ത് വന്ന അമെൻമെൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കോടതി ഒരു ഇൻ്ററിം മെഷർ പാസ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഈ ആർബിട്രൽ പ്രൊസീഡിങ്സ് തുടങ്ങുന്നതിന് മുന്നേ ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഒരു ആർബിട്രൽ പ്രൊസീഡിങ് എന്ന് പറയുന്നത് 90 ഡേയ്സിനുള്ളിൽ നടന്നിരിക്കണം. ആ ഒരു പീരീഡ് പറയുന്നതാണ് 90 ഡേയ്സ്. അത് എപ്പോൾ തൊട്ടാണ് ആ ഒരു ഓർഡർ വന്നു കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ ആർബിട്രൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക്കലി ഡേറ്റ് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ലാതെ നോർമൽ കേസസിൽ 90 ഡേയ്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 9 പ്രകാരം ഒരു ആപ്ലിക്കേഷൻ എൻ്റർടൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ആർബിട്രേഷനിൽ ആ ഒരു കാര്യം, അതായത് സെക്ഷൻ 17 നമ്മൾ ഇതിനകത്ത് ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 17 അവിടെ പറ്റത്തില്ല, ആ സെക്ഷൻ 17 വഴി ഒരു റെമഡി അവിടെ പറ്റത്തില്ല എന്നുള്ള സാഹചര്യത്തിൽ മാത്രമേ സെക്ഷൻ 9 വഴി ഉള്ള ഒരു ആപ്ലിക്കേഷൻ കോടതി എൻ്റർടൈൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ കോടതി അങ്ങനെ ചെയ്തേക്കാം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ ഒരു ഡിസ്പ്യൂട്ടുകൾ ആർബിട്രേഷൻ പ്രോസസ്സ് വഴി തന്നെ സെറ്റിൽ ആവട്ടെ, ആ ഒരു രീതിയിൽ ആർബിട്രേഷൻ വഴി ഒരു ഡിസിഷൻ അതിലേക്ക് കൊണ്ടുവരട്ടെ എന്നുള്ളൊരു എയിം വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 9 ഇൻവോക്ക് ചെയ്യുന്നതിന് മുന്നേ സെക്ഷൻ 17 അവിടെ വരുന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ 17 അവിടെ അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ 2015 ചില ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്ക് തന്നെയാണ് സെക്ഷൻ 29A 29B. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കേട്ടവർക്കറിയാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എല്ലാ വീഡിയോസും കണ്ടിട്ട് വേണം ഈ ഒരു ഇത് കാണാൻ. കാര്യം നമ്മൾ അതിൻ്റെ അകത്താണ് ഈ സെക്ഷൻസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 29 29Bയും ഇനി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നാലും 29A ആ ഒരു ടൈം ലിമിറ്റ് ഫോർ ആർബിട്രൽ അവാർഡ് എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് 12 മാസത്തിനുള്ളിൽ ഒരു ആർബിട്രൽ അവാർഡ് കൊടുക്കണം എന്നുള്ളൊരു കാര്യവും, അത് പിന്നീട് വേണമെങ്കിൽ ഒരു 6 months കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ അതല്ലാതെ ഇപ്പോൾ ആർബിട്രേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമുള്ള ഡിലേ കാരണമാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ 5% വരെ, ഓരോ മാസം 5% വരെ ആ ഒരു ഫീസിൽ നിന്നും റിഡക്ഷൻ വരും. ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് 29B എന്ന് പറയുന്നത്. 29B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയറാണ്. അപ്പോൾ എന്താണ് ഈ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ ഈ പറയുന്ന പാർട്ടീസിന് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആർബിട്രൽ പ്രൊസീഡിങ്ങിൻ്റെ ഏതൊരു സ്റ്റേജിൽ വെച്ചിട്ടാണെങ്കിലും പാർട്ടീസിന് എന്ത് ചെയ്യാം, ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ സെറ്റിൽമെൻറ്റിന് വേണ്ടി വേണം എന്ന് പറഞ്ഞ് തീരുമാനിക്കാനായിട്ട് അവിടെ ഒരു ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്.
അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടെ ആവശ്യപ്പെടാം. അപ്പോൾ അങ്ങനെ വരുമ്പം 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഒരു അവാർഡ് അവിടെ വന്നിരിക്കണം. പിന്നെ റിട്ടേൺ പ്ലീഡിങ്സിൻ്റെയും അതുപോലെ തന്നെ ഡോക്യുമെൻസിൻ്റെയും ഈ പാർട്ടീസ് സബ്മിറ്റ് ചെയ്യുന്ന മറ്റ് സബ്മിഷൻസിൻ്റെയും ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസിഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഓറൽ ഹിയറിങ്ങോ അങ്ങനെ ഒന്നും ഇവിടെ നടത്തുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു അവാർഡ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, റിട്ടേൺ പ്ലീഡിങ്സും ഡോക്യുമെൻസും സബ്മിഷൻസൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പം ഇവിടെ 6 മാസത്തിനുള്ളിൽ ഇത് ട്രൈബ്യൂണൽ ഇത് ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ ആർബിട്രേറ്റർക്ക് പാർട്ടീസിൻ്റെ കൺസെൻറ്റോട് കൂടി തന്നെ അഡീഷണൽ ഫീസ് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നോർമലി 6 മന്ത്സിനുള്ളിൽ നടത്തണം. അവിടെയും എക്സ്റ്റൻഷൻ വരുന്നതും 6 മന്ത്സ് തന്നെയാണ്. നമ്മൾ നോർമലി ഒരു അവാർഡ് ടൈം ലിമിറ്റ് പറയുന്നത് 29A പ്രകാരം എത്രയാണ്, 12 മന്താണ്. 29Bയിൽ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ആ 2 സെക്ഷൻസും ഇതിനകത്ത് പുതിയതായിട്ട് വന്നതാണ്. ഈ ഒരു 2015 അമെൻമെൻറ്റ് വഴി വന്ന 2 സെക്ഷൻസാണിത്. അതുപോലെ നമ്മൾ പറഞ്ഞ സെക്ഷൻ 17 എന്നുള്ളത്. അപ്പോൾ സെക്ഷൻ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്ററിം മെഷേഴ്സ് തന്നെ ഇപ്പോൾ കോടതിക്ക് സെക്ഷൻ 9 പ്രകാരം എന്തൊക്കെ ഇൻ്ററിം മെഷേഴ്സ് കൊടുക്കാൻ പറ്റുമോ അതേ കാര്യങ്ങൾ തന്നെ, അതേ പവർ തന്നെ ആർബിട്രൽ ട്രൈബ്യൂണലിന് വരുന്നതാണ് സെക്ഷൻ 17 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർക്കുക, സെക്ഷൻ 9ഉം സെക്ഷൻ 17ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 9 എന്ന് പറയുമ്പോഴും ഇൻ്ററിം മെഷേഴ്സാണ്, 17ഉം ഇൻ്ററിം മെഷേഴ്സാണ്. പക്ഷേ ഡിഫറൻസ് എന്താണ്, സെക്ഷൻ 9 എന്ന് പറയുമ്പോൾ കോർട്ട് ഇൻ്ററിം മെഷേഴ്സ് കൊടുക്കാനുള്ള പവറും സെക്ഷൻ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രൽ ട്രൈബ്യൂണൽ ആ ഒരു ഇൻ്ററിം മെഷേഴ്സ് കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ച കുറച്ച് സെക്ഷൻസിന് വന്ന 2015 വന്ന അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് 2019 അമെൻമെൻറ്റ് നോക്കാനുണ്ട്. അപ്പോൾ 2019 അമെൻമെൻറ്റിനകത്ത് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 43J എന്ന് പറയുന്നൊരു സെക്ഷൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അതെന്ന് പറയുന്നത് 8th ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 43J എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ആൻഡ് നോംസ് ഫോർ ദ അക്രഡിറ്റേഷൻ ഓഫ് ആർബിട്രേറ്റേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 43J എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ അത് 8th ഷെഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ പല അമെൻമെൻറ്റ്സും ഈ ഒരു 2019 അമെൻമെൻറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 43Jയുടെ കാര്യമാണ്. അവർ ആർബിട്രേറ്റേഴ്സിൻ്റെ പവേഴ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സെക്ഷൻ 26 ഒക്കെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു 8th ഷെഡ്യൂൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പം ആർബിട്രേറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കണം, എങ്ങനെയുള്ള അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് ആ ഒരു 8th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2021 വരുന്നൊരു അമെൻമെൻ്റ് ഉണ്ട്. ഈ 2021 അമെൻമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 43J എന്ന് പറഞ്ഞ് ആ ഒരു 8th ഷെഡ്യൂളൊക്കെ വന്ന ആ ഒരു 2019 അമെൻമെൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു 43J എന്ന് പറയുന്ന സെക്ഷൻ അങ്ങ് എടുത്തു കളയുകയും 8th ഷെഡ്യൂൾ അതുവഴി ഒമിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സെക്ഷൻ മാത്രമല്ല, ആ ഒരു 8th ഷെഡ്യൂൾ തന്നെ എന്തുവാ പറയുന്നത്, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്ഷൻ എടുത്ത് കളഞ്ഞതുകൊണ്ട് തന്നെ ആ ഷെഡ്യൂളും അതിൻ്റെ ഒപ്പം തന്നെ ഒമിറ്റ് ചെയ്യുന്നതായിരുന്നു ഈ ഒരു 2021 അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തൊരു 4-5 കാര്യങ്ങളെ അമെൻമെൻറ്റ് അവിടെ വന്നിട്ടുള്ളൂ. അതായത് ഈ ഒരു മെയിനായിട്ട് നമുക്ക് 2021 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 43Jയുടെ അമെൻമെൻറ്റിൻ്റെ കാര്യമാണ്. അതല്ലാതെ ഈ ഒരു ഇതിന് മുന്നുണ്ടായിരുന്ന 2020 ഓർഡിനൻസ് ബില്ല് ഇതുവഴി റിപ്പീലാകുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ള ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് 1996 അകത്ത് വരുന്ന മെയിനായിട്ടുള്ള അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത് 2015, 2019 ആൻഡ് 2021. അപ്പോൾ അത് ഓരോന്നിലും എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങളെന്നൊന്ന് നോക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രേറ്റേഴ്സിൻ്റെ ആ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുക. പിന്നെ എന്താണ് ബേസിക്കായിട്ട് എന്താണ് ആർബിട്രേഷൻ, പിന്നെ നമ്മൾ ADRൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ ആ ആക്റ്റുകളെ പറ്റി പഠിക്കുക. അതുപോലെ തന്നെ
നമുക്കിതിനകത്ത് സെക്ഷൻ 89 എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 89 ഓഫ് CPC എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബെയർ ആക്ട് വഴി എന്താണെന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഔട്ട്സൈഡ് ദ കോർട്ട് എന്നാണ്. നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സെക്ഷൻ 89 അതാണ്, സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഔട്ട്സൈഡ് ദ കോർട്ട്. കോർട്ടിന് പുറത്ത് വെച്ച് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു ബെയർ ആക്ട് പ്രകാരം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വേർ ഇറ്റ് അപ്പിയേഴ്സ് ടു ദ കോർട്ട് ദാറ്റ് ദെയർ എക്സിസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റിൽമെൻറ്റ് വിച്ച് മേ ബി അക്സെപ്റ്റബിൾ ടു ദ പാർട്ടീസ്, ദ കോർട്ട് ഷാൽ formulate the terms of settlement and give them to the parties for their observations. And after receiving the observations of the parties, the court may reformulate the terms of a possible settlement and refer the same for arbitration, conciliation, judicial settlement including the settlement through Legaldais or mediation. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, അവിടെ കോടതിക്ക് തോന്നുകയാണ് ഈ ഒരു പാർട്ടീസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ എലമെൻറ്റ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അതായത് ഇത് കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളെന്ന് കോടതിക്ക് തന്നെ തോന്നുകയാണ്. അപ്പോൾ കോടതി എന്ത് ചെയ്യും, ഈ സെറ്റിൽമെൻറ്റിൻ്റെ ടേംസ് ഒക്കെ ഫോമുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് പാർട്ടീസിന് കൊടുക്കും, അവർ അതൊന്ന് നോക്കാനും അവരുടെ ഒബ്സർവേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് അവർക്ക് പറഞ്ഞുള്ള അഭിപ്രായങ്ങളൊക്കെ റിസീവ് ചെയ്തതിന് ശേഷം, പാർട്ടീസിൻ്റെ ഒബ്സർവേഷൻസ് റിസീവ് ചെയ്തതിന് ശേഷം കോടതി ആ ഒരു ടേംസിനെ എന്ത് ചെയ്യും, റീഫോർമുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു പോസിബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേ കാര്യം തന്നെ എവിടേക്കൊക്കെ റെഫർ ചെയ്യാം, ആർബിട്രേഷന് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ കൺസീലിയേഷന് വേണ്ടി റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ സെറ്റിൽമെൻറ്റ് അതിനകത്ത് തന്നെ ലോകദാലത്തൊക്കെ വരുന്നുണ്ട്, പിന്നെ മീഡിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റെഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് സെക്ഷൻ 89 എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഔട്ട്സൈഡ് ദ കോർട്ടാണ് സെക്ഷൻ 89. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആർബിട്രേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസീലിയേഷനും മീഡിയേഷനും അതുപോലെ തന്നെ ലോകദാലത്തൊക്കെയാണ്. അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു ടോപ്പിക് എല്ലാം ഒന്ന് വൃത്തിക്ക് നോക്കുക. നമ്മൾ ആ ഒരു സെറ്റ് സൈഡിൻ്റെ കാര്യവും അതുപോലെ തന്നെ അപ്പീലിൻ്റെ കാര്യം അതൊന്ന് വൃത്തിക്ക് നിങ്ങൾ നോക്കണം. അതിനകത്ത് നമുക്ക് സെറ്റ് സൈഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ നോക്കുക, പിന്നെ അപ്പീൽ കൊടുക്കാൻ പറ്റുന്നത്. ഫൈനൽ അവാർഡ് അപ്പീലബിൾ അല്ല, പക്ഷേ അത് ഓർക്കേണ്ട കാര്യമാണ്. അവാർഡ് നമുക്ക് ഒരിക്കലും അപ്പീൽ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എന്ത് പറ്റും, അപ്പീൽ എന്ന് പറയുന്നത് പിന്നെ സെക്ഷൻ എന്താണ്, അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ആർബിട്രൽ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് അപ്പീൽ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതല്ലാതെ ആർബിട്രൽ അവാർഡ് വന്നതിന് ശേഷം അപ്പീൽ പറ്റത്തില്ല. അവാർഡ് വന്നതിന് ശേഷം പറ്റുന്ന കാര്യം എന്താണ്, അതിനെ സെറ്റ് അസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് കുറച്ച് ഗ്രൗണ്ട്സും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു അപ്പീൽ ഇപ്പം സെറ്റ് അസൈഡ് ചെയ്യാനായിട്ട് കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കോടതി അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പോകാനായിട്ട് പറ്റും സുപ്രീം കോടതിയിൽ. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ്, കൺസീലിയേഷനും മീഡിയേഷനും ഒക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.